സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ. സൂറത്തുൽ ബഖറയിലെ 18-ാമത്തെ ആയത്താണിത്. സുമ്മ് എന്ന് പറഞ്ഞാൽ സ്വമം ബാധിച്ചവൻ എന്നാണ്, അതായത് ബധിരത ബാധിച്ചവൻ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബുക്മുൻ എന്ന് പറഞ്ഞാൽ അബ്കം എന്ന വാക്കിൻ്റെ ബഹുവചനമാണ്. നാവിന് എന്തെങ്കിലും വൈകല്യം ബാധിച്ചത് കാരണത്താൽ സംസാരിക്കാൻ കഴിയാത്തവരാണ് അബ്കം. അവർ ബധിരതയുള്ളവരാണ്, അവർക്ക് കേൾക്കാൻ സാധിക്കുകയില്ല, അതോടൊപ്പം അവർക്ക് സംസാരിക്കാനും കഴിയുകയില്ല. ഉമ്യുൻ, അവർ അന്ധതയുള്ളവർ കൂടിയാണ്. ഉമ്യുൻ എന്ന് പറഞ്ഞാൽ അമ ബാധിച്ചവരാണ്, അന്ധത, കണ്ണു കാണാൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ അവർക്ക് കേൾക്കാൻ കഴിയില്ല, അതോടൊപ്പം അവർക്ക് സംസാരിക്കാൻ സാധിക്കുകയില്ല, അവർക്ക് കാണാനും കഴിയുകയില്ല. ഇതാണ് മുനാഫിഖുകളുടെ, കപടവിശ്വാസികളുടെ അവസ്ഥ. ഫഹും ലാ യർജിഊൻ, അവർ തിരിച്ചു മടങ്ങി വരുന്നതേയല്ല. എങ്ങോട്ടാണ് അവർ മടങ്ങി വരുന്നില്ല എന്ന് പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ വിശ്വസിക്കുകയും ഇസ്ലാമിലേക്ക് പുറമേക്ക് പ്രവേശിക്കുകയും ചെയ്തവരാണല്ലോ മുനാഫിഖുകൾ. എന്നാൽ ആ ദീനിനെ അവർ ഉപേക്ഷിച്ചിരിക്കുന്നു. ഈ ഉപേക്ഷിച്ച ആളുകൾ ഇനി അതിലേക്ക് തിരിച്ചു വരുന്നതല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ പറയുന്നത്. ഇവിടെ കേൾക്കാൻ കഴിയില്ല, കാണാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നത് ഭൗതികമായ കേവല കാഴ്ചയോ കേൾവിയോ ഒന്നുമല്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ അത് സ്വീകരിക്കാൻ കഴിയുന്ന രൂപത്തിൽ, സത്യം ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ അവർക്ക് എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ കഴിയില്ല. അവരുടെ കാതുകളിലേക്ക് സത്യത്തിൻ്റെ ശബ്ദം വന്നെത്തുമ്പോഴെല്ലാം അവരതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയും അവർക്ക് അത് ഉപകാരപ്രദമാകാതെ പോവുകയും ചെയ്യും. ഇതുപോലെ തന്നെ സത്യം മനസ്സിലായാൽ തന്നെ അത് നാവുകൊണ്ട് പറയാൻ അവർക്ക് കഴിയില്ല. അതുപോലെ സത്യത്തിലേക്ക് നയിക്കുന്ന തെളിവുകൾ, അടയാളങ്ങൾ, അവയുടെ മുൻപിൽ അന്ധത നടിച്ചുകൊണ്ട് കടന്നുപോവുകയാണ് മുനാഫിഖുകൾ ചെയ്യുക. ഇതാണ് ഇവിടെ കേൾക്കുകയില്ല, കാണുകയില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം. അതല്ലാതെ അവർക്ക് ശരിയായ കാഴ്ചശക്തി ഇല്ല എന്നോ അതല്ലെങ്കിൽ കേൾവിശക്തി ഇല്ല എന്നോ അല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. ഇതിന് സമാനമായി വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ 46-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതി ഫിസ് സുദൂർ. തീർച്ചയായും കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, വലാകിൻ തഅമൽ ഖുലൂബ് അല്ലതി ഫിസ് സുദൂർ, എന്നാൽ നെഞ്ചുകൾക്കുള്ളിലുള്ള ഹൃദയങ്ങൾ, അവക്കാണ് അന്ധത ബാധിക്കുന്നത്. എത്രയോ ആളുകൾ അവർക്ക് ചിലപ്പോൾ സത്യത്തിലേക്ക് എത്തിപ്പെടാൻ ഏതെങ്കിലും ഒരു തെളിവ് കേട്ടാൽ മതി, ഏതെങ്കിലും ഒരു ആയത്ത്, ഏതെങ്കിലും ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച പലരും ഒരു ആയത്ത്, അതല്ലെങ്കിൽ ഒരു ഹദീസ്, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തി, അത് കണ്ടതുകൊണ്ടാണ് അവർ ഇസ്ലാമിലേക്ക് വന്നെത്തിയത്. എന്നാൽ മറ്റു ചിലർ അവർ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ ധാരാളം ഹദീസുകൾ കേട്ടിട്ടുണ്ട്, അനേകം തെളിവുകൾ ദർശിക്കുന്നുണ്ട്, എന്നാൽ അതൊന്നും അവർക്ക് ഉപകാരം ചെയ്യുന്നില്ല. ഇതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് നയിക്കുന്ന അനേകം ദൃഷ്ടാന്തങ്ങൾ മുന്നിലുണ്ട്. ഈ കാലഘട്ടത്തിൽ സയൻസ് അറിയാമെന്ന് പറയുന്ന എത്രയോ ആളുകൾ, ഈ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങൾ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടറിയുന്ന, അത് ഗവേഷണം നടത്തി മനസ്സിലാക്കുന്ന ആളുകൾ, അവരിൽ ചിലർ ഈ പറഞ്ഞ കാഴ്ചകളെല്ലാം കണ്ടു മനസ്സിലാക്കിയതിനു ശേഷവും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടിപ്പിനെക്കുറിച്ചോ അവൻ്റെ ഗാംഭീര്യത്തെക്കുറിച്ചോ തിരിച്ചറിയുന്നില്ല. അവരെല്ലാം അതിൽ കാണുന്നത്, അവർ ടെലസ്കോപ്പ് ഉപയോഗിച്ച് കാണുന്നുണ്ട് എങ്കിലും, അവർ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് സൂക്ഷ്മമായി കണ്ടു മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും ആ കാഴ്ചകളിൽ നിന്ന് ഉപകാരപ്രദമായ ഒന്നും അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള അന്ധതയും ബധിരതയും മറ്റുമെല്ലാം. അതല്ലാതെ കേവലം കണ്ണുകൊണ്ട് കാണില്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് നാം മനസ്സിലാക്കണം. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം, ഹും സുമ്മുൻ അൻ സമാഇൽ ഹഖ് സമാഅ തദബ്ബുർ. ഹും, അവർ, അതായത് മുനാഫിഖുകൾ, സുമ്മുൻ അൻ സമാഇൽ ഹഖ്, സത്യം കേൾക്കാൻ സാധിക്കാത്ത വണ്ണം അവർ ബധിരത ബാധിച്ചവരാണ്. സമാഅ തദബ്ബുറിൻ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ അവർക്ക് കേൾവിയില്ല എന്നല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് സമാഅ തദബ്ബുർ,
കേട്ട കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനോ അത് ഉൾക്കൊള്ളാനോ അതിലെ അത്ഭുതത്തെക്കുറിച്ച് മനസ്സിലാക്കാനോ സാധിക്കുന്ന രൂപത്തിൽ അവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല. തദബ്ബുർ എന്ന് പറഞ്ഞാൽ ഉറ്റാലോചിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല മുനാഫിഖുകളോട് തന്നെ ചോദിച്ചതായി കാണാം, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവർ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതല്ല അവരുടെ ഹൃദയങ്ങൾക്കുമേൽ പൂട്ടുവീണിരിക്കുകയാണോ? നോക്കൂ നിങ്ങൾ, ഹൃദയങ്ങൾക്ക് പൂട്ടുവീണിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ പറയുന്നത്. ആ പൂട്ടുകൾ വീണത് കാരണത്താൽ അവർക്ക് വിശുദ്ധ ഖുർആൻ അതിലെ ആയത്തുകളെക്കുറിച്ച് ചിന്തിക്കാനോ അത് ഉൾക്കൊള്ളാനോ സാധിക്കുന്നില്ല. ബുക്മുൻ അനിൻ നുത്ഖി ബിഹി, സത്യം അത് ഉച്ചരിക്കാൻ കഴിയാത്ത വണ്ണം അവർക്ക് മൂകത ബാധിച്ചിരിക്കുന്നു, അവർക്ക് സംസാരിക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു. ഉമ്യുൻ അൻ ഇബ്സാരി നൂറിൽ ഹിദായ, അവർക്ക് ഉമ്യുൻ കണ്ണ് കാണാത്തവരാണ് അവർ. അൻ ഇബ്സാരി നൂറിൽ ഹിദായ, സന്മാർഗത്തിന്റെ വെളിച്ചം അവർക്ക് അവരുടെ ഹൃദയം കൊണ്ട് കണ്ടറിയാൻ കഴിയുന്നില്ല. ഇതെല്ലാം മുനാഫിഖിന്റെ അവസ്ഥകളാണ്. അവന് ഹക്ക് ബോധ്യപ്പെടാൻ കഴിയുന്ന രൂപത്തിലുള്ള കേൾവിയില്ല. എന്തെല്ലാം ഉപദേശങ്ങൾ നൽകിയാലും, എന്തെല്ലാം വഅദുകൾ കേട്ടാലും, എന്തെല്ലാം കൽപ്പനകളും താക്കീതുകളും കേട്ടാലും അവന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. എത്രയെല്ലാം വലിയ ദൃഷ്ടാന്തങ്ങൾ മുന്നിൽ കൊണ്ടുവച്ചു കൊടുത്താലും അവൻ ചിന്തിക്കുകയില്ല. എന്തെല്ലാം അവനെ ആരെല്ലാം നിർബന്ധിച്ചാലും അവൻ സത്യത്തിനു വേണ്ടി സംസാരിക്കുകയോ അതിനുവേണ്ടി നാവനക്കുകയോ ചെയ്യുകയില്ല. ലിദാലിക്, അതുകൊണ്ട് തന്നെ അവർക്ക് കേൾക്കാൻ കഴിയില്ല, അവർക്ക് കാണാൻ കഴിയില്ല, അവർക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ലാ യസ്തതിഊന അർറുജൂഅ ഇലൽ ഈമാൻ, അവർക്ക് ഈമാനിലേക്ക്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിലേക്ക്, പരലോകത്തിൽ വിശ്വസിക്കുന്നതിലേക്ക്, അള്ളാഹുവിൻ്റെ റസൂലിനെ അംഗീകരിക്കുന്നതിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നില്ല. അല്ലദീ തറക്കൂഹു, ആ വിശ്വാസത്തിൽ അവർ മുൻപുണ്ടായിരുന്നു, അതവർ ഉപേക്ഷിച്ചതാണ്. ആ ഉപേക്ഷിച്ച വിശ്വാസത്തിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചു ചെല്ലാൻ അവർക്ക് സാധിക്കുന്നില്ല. വസ്തആദു അൻഹു ബിദ്ദലാൽ, വഴികേടിന് പകരമായി അവർ വിറ്റുകളഞ്ഞ ആ ഈമാൻ, അത് ഇനി അവർക്ക് തിരിച്ച് നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഈ ആയത്തിൽ ഫഹും ലാ യർജിഊൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയപ്പെട്ടിരിക്കുന്നത്. വല്ലാഹു